അർജുന, ശക്തനായ യോദ്ധാവാണ് കർണൻ. അദ്ദേഹത്തെ നിനക്ക് തുല്യനായി, അല്ലെങ്കിൽ ഒരുപക്ഷെ നിന്നേക്കാൾ സമർത്ഥനായി ഞാൻ കണക്കാക്കുന്നു. ഇപ്പോൾ എന്റെ ധനുർവിദ്യയിൽ അങ്ങേക്ക് വിശ്വാസമില്ലെന്നാണോ മാധവ? ഇവിടത്തെ സമസ്യ നിന്റെ ധനുർവിദ്യയെ കുറിച്ചല്ല അർജുന, അതിനേക്കാളുപരി വില്ലേന്തി നിൽക്കുന്ന കർണനെ വധിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഊർജത്തിൽ അദ്ദേഹം അഗ്നിക്ക് തുല്യനാണ്. വേഗതയിൽ അദ്ദേഹം കാറ്റിന് തുല്യനാണ്. കോപത്തിൽ അദ്ദേഹം സർവനാശകനാണ്. സിംഹത്തെക്കാളും അതിശക്തമായിട്ടാണ് അദ്ദേഹത്തിന്റെ പേശികൾ രൂപീകരിച്ചിരിക്കുന്നത്. വിശാലമായ നെഞ്ചും വികസിപ്പിച്ച തോളും വലിയ കൈകളും ഉദരഭാഗത്ത് കനത്ത 8 പേശികളും നല്ല ഉയരവുമുണ്ട്. കർണൻ അവിശ്വസനീയമാം വിധം ശക്തനും സുന്ദരനുമാണ്. അജയ്യനാണ്. ദർശിക്കൂ, അതിലുപരി ഒരു സേനയെ എങ്ങനെ നയിക്കണമെന്ന് നന്നായി അറിയാവുന്ന ഒരു നായകനാണ്. അർജുന, നീ പോയി കൃഷ്ണന്റെ ചിറകിനടിയിൽ ഒളിക്കൂ. ഒരു സ്ത്രീക്ക് പുരുഷൻ സംരക്ഷണം ഒരുക്കുന്നത് പോലെ തന്നെ നിനക്ക് നിന്റെ പഴയ ബൃഹന്തളാവേഷം തന്നെയാണ് ഏറ്റവും അനുയോജ്യം. അംഗരാജൻ കർണൻ വീരന്മാരിൽ അഗ്രഗണ്യനാണ്. സുഹൃത്തുക്കളുടെ ഭയം അകറ്റുന്നവനാണ്. വളരെ കരുതലോടെ യുദ്ധം ചെയ്യുന്ന ദേവന്മാർക്ക് പോലും, ഒരുമിച്ച് പോരാടുന്ന എല്ലാ യോദ്ധാക്കൾക്ക് പോലും അംഗരാജൻ കർണനെ പരാജയപ്പെടുത്തുക സാധ്യമല്ല പാർത്ഥ. നിന്നെ വിജയിപ്പിക്കുന്നതിനായി നിന്റെ പിതാവ് അവന്റെ കവചകുണ്ടലം നേടിയെടുത്തെങ്കിലും വില്ലേന്തി നിൽക്കുന്ന കർണനെ വധിക്കാൻ നിന്റെ ഗാണ്ഡീവത്തിനോ എന്റെ സുദർശന ചക്രത്തിനോ പോലും കഴിയില്ല.